കുട്ടികൾക്കും സുഭാഷ് സാറാണ്. അങ്ങനെ നമ്മുടെ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഷോർട്ട് വീഡിയോസുകൾ നിങ്ങൾക്ക് ഇത്തിരി കഴിയുമ്പോൾ ഇപ്പോഴേ നോക്കണമെന്നില്ല, ഇത്തിരി പഠിച്ച് കഴിഞ്ഞിട്ട് നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള ട്രിക്സുകൾ, ഷോർട്ട് കട്ട്സുകൾ, ലോജിക്ക് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടി ക്ലാസ്സുകൾ വലിയ പ്രോബ്ലത്തിനെ നിങ്ങൾക്ക് ആർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളതാണ്. നിങ്ങളെല്ലാവരും കയറി കാണണം. നമ്മുടെ ക്ലാസ്സുകൾ മിക്കതും എല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിൽ കൂടെയാണ് നമ്മൾ എല്ലാം പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് മെൻ ബൈ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ സീക്വൻസ്. നമുക്കാദ്യം സീക്വൻസിൽ നിന്നും പതുക്കെ അങ്ങോട്ട് കയറി അരിത്തമെറ്റിക്കിലോട്ട് എത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സീക്വൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഈ സീക്വൻസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ചുമ്മാ കുറേ നമ്പർ പാറ്റേണുകൾ തരുന്നു, നമ്പർ ചാർട്ടുകൾ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചുമ്മാ ഒന്നൊരു എക്സാമ്പിൾസ് കാണിക്കാം. 3, 7, 11, 15, 19 എക്സെട്ര. ഓക്കെ, അടുത്തത് 2, 7, 12, 17 എക്സെട്ര. അടുത്ത 1, 2, 4, 7, 11 എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് 1 എഴുതി, 4 എഴുതി, 9 എഴുതി, 16 എഴുതി, 25 എഴുതി എക്സെട്ര. 2 എഴുതി, 3 എഴുതി, 5 എഴുതി, 7 എഴുതി, 11 എഴുതി എക്സെട്ര. 1 എഴുതി, 1000 എഴുതി, 23 എഴുതി, 479 എഴുതി എക്സെട്ര. ഇവിടെ കുറേ നമ്പറുകളെയൊക്കെ ഞാൻ എഴുതുന്നുണ്ട് അല്ലേ, നമ്പർ പാറ്റേണുകൾ അല്ലേ. ഇവിടെ എല്ലാം കുറച്ച് എക്സെട്ര ഇട്ടേക്കുന്നുണ്ടോ, എക്സെട്ര. ഈ എക്സെട്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യമാണ്, എക്സെട്ര എന്ന് നമ്മൾ ETC എന്നല്ല എഴുതുന്നത്, എക്സെട്ര. ആക്ച്വലി പറയേണ്ടത് എറ്റ്സെട്ര എന്നാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഫുൾ ഫോം, എറ്റ്സെട്ര. ഇതാണ് എൻ്റെ, നമ്മൾ ഇതിനെയാണ് എക്സെട്ര എന്നൊക്കെ പറയുന്നെങ്കിലും അങ്ങനെയല്ല പറയുന്നത്, എറ്റ്സെട്ര എന്നാണ് കേട്ടോ. ടിയും ഈ സിയുടെ ചേർത്താണ് ETC നമ്മൾ ഷോർട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചോദ്യം വരുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കാം എറ്റ്സെട്രയുടെ ഫുൾ ഫോം. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് നെക്സ്റ്റ് ടൈമിനൊന്ന് പറയാൻ ശ്രമിക്കാം. അടുത്ത ടൈമിനെ പറയാൻ പറ്റുന്നുണ്ടോ നോക്കാം. 3, 7, 11, 15, 19 എക്സെട്ര. 3, 7, 3, 4, 7, 7, 4, 11, 4, 15, 4, 19 എക്സെട്ര. ഓ, എല്ലാവരും 4 വെച്ച് കൂട്ടിയാണ് പോയിരിക്കുന്നത്. എല്ലാവനെ ഒരേപോലെ ഒരേപോലെ കൂട്ടുന്നു. ഓക്കെ, ഇവിടെ അടുത്ത് നോക്കിക്കേ, 2, 7, 12, 17 എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ അടുത്ത ടൈമിന് നമ്മളൊന്ന് പറയാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും? 3, 4, 7, 4, 11, 4, 15, 4, 19, 4, 23 അവനെ. അപ്പോൾ അടുത്ത ടൈം പറയാൻ പറ്റി. ദാറ്റ് ഈസ് കോൾഡ് എ സീക്വൻസ്. അതൊരു സീക്വൻസ്. അടുത്ത ടൈം പറയാൻ പറ്റി. ഇവിടെ 2 എഴുതി, 7 എഴുതി, 12 എഴുതി, 17 എഴുതി. അടുത്ത എത്ര ആയിരിക്കും? ഓക്കെ, 2, 5, 7, 7, 5, 12, 5, 17. അടുത്ത 5 കൂടെ കൂട്ടുമ്പോൾ 22. അപ്പോൾ ഈ അടുത്ത ടൈമിനെ പറയാൻ പറ്റി. അപ്പോൾ ഇതും എന്താണ്, ഒരു സീക്വൻസ് ആണ്. ഇതും സീക്വൻസ് ആണ്. ഇത് സീക്വൻസ് ആണോ? നിങ്ങൾ ഒറ്റയടിക്ക് പറയും അല്ല എന്ന് പറയില്ലേ. ഇത് സീക്വൻസ് അല്ല, സീക്വൻസ് അവനെ. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ടൈം പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എളുപ്പം പറയാൻ പറ്റത്തില്ലെങ്കിലും ചില ഭയങ്കര മിടുക്കന്മാരുണ്ട് ഇതിനകത്തില്ലേ, ഉറപ്പായിട്ടും പറയും അടുത്ത ടൈം ആരാണെന്ന്. 1, 2, 4, 7, 11. ഒന്നുകൂടെ വായിച്ചേ, 1, 2, 4, 7, 11. അടുത്ത ടൈം ആരാണെന്ന് എളുപ്പം പറ. നോക്കിക്കേ, 1, 2. 1ൽ നിന്ന് 2ലെത്താൻ 1, 2ൽ നിന്ന് 4ലെത്താൻ 2, 4ൽ നിന്ന് 7ലെത്താൻ 3, 7ൽ നിന്ന് 11ലെത്താൻ 4. ഓ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ പറഞ്ഞില്ല. അയ്യോ, ഇതായിരുന്നോ, ഇപ്പം മനസ്സിലായി. ഇപ്പം മനസ്സിലായി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അത് ആദ്യം എത്തണം, ആദ്യം. അതാണ് മിടുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ സ്കിൽ ഡെവലപ്മെൻറ്റൊക്കെ പലർക്കും പല രീതിയിൽ കൂടെ. അല്ല ആദ്യമേ അങ്ങ് പറയുക എല്ലാവരും അങ്ങ് മിടുക്കന്മാരായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റും. മിടുക്കായി വരുന്നവരുണ്ട്, മിടുക്കന്മാരുണ്ട് ഓൾറെഡി. ഓക്കെ, മിടുക്കില്ലാത്തവർ മിടുക്കാരിലോട്ട് മാറുകയും വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ആഡ് ചെയ്തു, ഇവിടെ 2 ആഡ് ചെയ്തു, ഇവിടെ 3 ആഡ് ചെയ്തു, ഇവിടെ 4 ആഡ് ചെയ്തു. ഓ, അപ്പോൾ ഇവിടെ 5 ആഡ് ചെയ്തു, 16. അപ്പോൾ അടുത്ത ആയിരിക്കും 6 ആഡ് ചെയ്തു. ഇപ്പോൾ ക്ലിയറായി. അതൊരു സീക്വൻസ് ആണ്. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടൈം പറയാൻ പറ്റണം. പക്ഷേ അതിൻ്റെ ക്ലൂ മനസ്സിലാക്കുക, ലോജിക് മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് 1, 4, 9, 16, 25. എന്തെങ്കിലും ക്ലൂ? 1, 4, 9, 16, 25 എളുപ്പം. 1, 4, 9 എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടോ നോക്കി ഈ നമ്പറുകൾക്കെല്ലാം. 1, 4, 9, 16, 25 മോനെ എല്ലാം വർഗ്ഗങ്ങളാണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സുകളാണ്. ഇത് 1 സ്ക്വയർ മോനെ ഉണ്ടോ? ഇത് 1 സ്ക്വയർ, ഇത് 2 സ്ക്വയർ, ഇത് 3 സ്ക്വയർ, ഇത് 4 സ്ക്വയർ, ഇത് 5 സ്ക്വയർ, അടുത്ത 6 സ്ക്വയർ 36, അടുത്ത 7 സ്ക്വയർ 49. ദാറ്റ്സ് ഓൾ.
അപ്പോൾ ക്ലിയറായി. അപ്പോൾ നമുക്ക് അവിടെ അയ്യോ അങ്ങനെ ഉണ്ടല്ലേ, നമ്മൾ അയ്യോ അങ്ങനെ ഉണ്ട്, എന്ത് ലോജിക്കാന്നുള്ളത് അറിയാൻ പറ്റില്ല, അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരിപാടി. ഓക്കെ, ഇതിനെ പിന്നെയും അറിയാവോ? ഇല്ലല്ലേ, അങ്ങോട്ട് കത്തുന്നില്ലല്ലേ? ശരിയാണ്, നമുക്ക് കൂടുതൽ വലിയൊരു പരിചയം വരാത്ത ഒരെണ്ണമാണ്. വളരെ ഫേമസ് ആയിട്ടോ, വളരെ 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 ഫേമസ് ആയിട്ടുള്ളൊരു സീക്വൻസാണ് 2, 3, 5, 7, 11. ആരാ? പ്രൈം നമ്പേഴ്സ്. പ്രൈം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എന്ത് ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10 ഇങ്ങനെ എഴുതി പോകില്ലേ നാച്ചുറൽ നമ്പേഴ്സ്. ഇവരിൽ ചിലർ പ്രൈം മോനെ, ചിലർ പ്രൈം അല്ലാത്തവർ കോമ്പോസിറ്റ് ഉണ്ട്. പ്രൈം കോമ്പോസിറ്റ്. ഓക്കെ, ഇവിടെ 2 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്. ബിക്കോസ് 2വിനെ നമുക്ക് 2 × 1 എന്നല്ലാതെ വേറെ രീതിയിൽ കൂടെ എഴുതാൻ പറ്റില്ല. Therefore 2 is a prime. 3 is also a prime because 3 can be written as 3 × 1. That's all. വേറെ രണ്ട് നമ്പർ ഇൻറ്റു ചെയ്താൽ 3 കിട്ടുമോ? ഇല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് 4നെ നമുക്ക് പ്രൈം അല്ല, ദറ്റ് ഈസ് കോൾഡ് എ കോമ്പോസിറ്റ് നമ്പർ ബിക്കോസ് 4 ക്യാൻ ബി റിട്ടൺ ആസ് 2 × 2. 4 × 1 എന്നല്ലാതെ എഴുതാം 2 × 2. 4നെ ഉപയോഗിക്കേണ്ടി വന്നില്ല. വേറെ രണ്ട് നമ്പർ ഇൻറ്റു ചെയ്തപ്പം 4 കിട്ടി. Therefore 4 is not prime. Therefore it is called composite. ഓക്കെ, 5 ഒരു പ്രൈം മോനെ. 6 പ്രൈം അല്ല. എന്തുകൊണ്ടാണ്? 6നെ നമുക്ക് 6 × 1 അല്ലാതെ 2 × 3 കിട്ടും. ഓ, അപ്പോൾ 6 എന്താ? പ്രൈം അല്ല, കോമ്പോസിറ്റ് ആണ്. 7 ബട്ട്, അപ്പോൾ ഇത് കോമ്പോസിറ്റ് ആണ്, ഇത് പ്രൈം ആണ്, ഇത് കോമ്പോസിറ്റ് ആണ്, ഇത് കോമ്പോസിറ്റ് ആണ്, ഇത് കോമ്പോസിറ്റ് ആണ്. 11 എന്താ മോനെ? അഗെയിൻ പ്രൈം. ഓക്കെ, ബിക്കോസ് 11 ക്യാൻ ബി 11 × 1. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരാൾ നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ 1. 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. ക്ലിയർ ആയല്ലോ? 1നെ മാത്രമേ ഉള്ളൂ, പ്രൈം അല്ല, കോമ്പോസിറ്റും അല്ല. അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ. 1ന് ഭയങ്കര പ്രത്യേകത കേട്ടോ. 1 ഒരു ദൈവം പോലെയാണ് പലയിടത്തും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവനെ നമ്മൾ പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ലായിട്ടാണ് കരുതുന്നത് കേട്ടല്ലോ. അപ്പോൾ 1, അപ്പം അതിനെ മാറ്റി. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതൊരു എന്താണ്? സീക്വൻസ് ആണ്. ഇതോ 1000. ഇവിടെ ഒരാൾ 1 ഉണ്ടായിരുന്നു കേട്ടോ. 1, 1000, 23, 479. ഇതാർക്കാ പറയാൻ പറ്റുന്നത്? ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ എഴുതുക. അടുത്ത് പറയാനുള്ള ഒരു മാർഗ്ഗം എൻ്റെ ഇതില്ല. Therefore this is not a sequence. അപ്പോൾ ഇതൊരു സീക്വൻസ് അല്ല മോനെ. അപ്പോൾ സീക്വൻസ് ആയിട്ടുള്ളവർ ഇത്രയും പേരാ. ഇനി ഇവരിൽ ആരൊക്കെയാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്? അതാണ് നമുക്കറിയേണ്ടത്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആ മോനെ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവരൊന്നും അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ആയിരക്കണക്കിന് സീക്വൻസുകളുണ്ട്. അതിലൊരുത്തനാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, പല പനികളുണ്ട് അല്ലേ? ചിക്കൻ ഗുനിയുണ്ട്, ഡെങ്കിപ്പനിയുണ്ട്, എലിപ്പനികളുണ്ട്. ഇതെല്ലാം പനികളാണ്. പക്ഷെ അതിൽ ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് പ്രത്യേക ബോധ്യപ്പെട്ട. അതേപോലെയാണ് സീക്വൻസുകളിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് അരിത്തമെറ്റിക്. അതിനെക്കുറിച്ച് നമുക്ക് മാത്രം പഠിക്കാൻ മതി കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകത നോക്കിക്കേ. 3, 7, 11, 15, 19, 23 എക്സെട്ര. ഓക്കെ, ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3, 7 വ്യത്യാസം 4 അല്ലേ മോനെ? 7, 11 വ്യത്യാസം 4 അല്ലയോ? 11, 15 വ്യത്യാസം 4 അല്ലയോ? ഇത് 4 ആണല്ലോ, ഇത് 4 ആണല്ലോ. അപ്പോൾ എല്ലാ വ്യത്യാസങ്ങളും 4 മോനെ. അടുത്തടുത്ത ടീംസിൻ്റെ വ്യത്യാസം എവിടെ വരെ പോയാലും ഒരേപോലെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് arithmetic sequence. Then what is meant by arithmetic sequence? The difference between any two consecutive terms of a sequence is a constant. Such a sequence is called an arithmetic sequence. ഒന്നുകൂടെ പറയാം. The difference between any two consecutive terms of a sequence. The difference between any two consecutive. What is meant by consecutive? അടുത്തടുത്തത്. ഓക്കെ, അടുത്തടുത്ത ടേംസുകളുടെ വ്യത്യാസം എപ്പോഴും ഒരേപോലെ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, കണ്ടോ? ഇതിൻ്റെ വ്യത്യാസം 4, അങ്ങ് ദൂരം കണ്ട് ഇതിൻ്റെ വ്യത്യാസം 4, ഇതിൻ്റെ വ്യത്യാസം 4. അപ്പോൾ അടുത്തടുത്ത ഏത് ടേംസിനെ നോക്കിയാലും അടുത്തടുത്ത തമ്മിലുള്ള വ്യത്യാസം 4 ഉള്ളൂ. മനസ്സിലായല്ലോ? ദാറ്റ്സ് കോൾഡ് അരിത്തമെറ്റിക് സീക്വൻസ്. This is also an arithmetic sequence because difference is 5, 5, 5, 5 അല്ലേ? ഇതിൻ്റെ വ്യത്യാസം ഒരേപോലെയാണ് മോനെ? അല്ല, 1 × 2 തമ്മിലുള്ള വ്യത്യാസം 1, 2, 4 തമ്മിൽ 2 ആണ്. അവിടെ ഡിഫറൻസുകൾ ഡിഫറൻ്റ് ആകുന്നു. ഡിഫറൻസുകൾ ഡിഫറൻ്റ് ആയാൽ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഡിഫറൻസുകൾ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇവിടെ കണ്ടോ? ഇതൊന്നും അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. വ്യത്യാസങ്ങളെല്ലാം ഡിഫറൻ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസിന് ഞാൻ മറ്റൊരെണ്ണം എഴുതാം. 10 തുടങ്ങി 10, 20, 30, 40. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആമോനെ. ഇനി 100, 90, 80 ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസാണ്. കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡിക്രീസിങ് സീക്വൻസ് ആണ് കേട്ടോ.
ഇൻക്രീസിങ് അല്ല, കുറയുന്നു. പക്ഷെ കുറയുന്നില്ല ഒരേപോലെ, 10 വെച്ച് കുറയുക, ഇവിടെ 10 വെച്ച് കൂടുന്നു. അപ്പോൾ ഒരേപോലെ കൂടുന്നു, ഒരേപോലെ കുറയുന്നു, പ്രശ്നമല്ല. കൂടുന്നതും കുറയുന്നതും ഒരേപോലെ ആയിരിക്കണം, അത്രയുമേ ഉള്ളൂ കേട്ടോ. നീ കൂടുന്നത് ഒരേപോലെ, കുറയുന്നതും ഒരേപോലെ, അത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സൊക്കെ വരും, പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഫുൾ ക്ലാസ് കിട്ടും, ഫുൾ മാർക്സ് കിട്ടും, വളരെ സിമ്പിളായിട്ട്. ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. വേണ്ട സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നുകൊണ്ട്, മീൻസ് ഓൺ എക്സാം ആകുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ക്രിസ്മസ് എക്സാം ആകുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പബ്ലിക് എക്സാം ആകുമ്പോൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, നിങ്ങൾക്ക് എക്സാമിന് വരുന്ന മോഡലുള്ള ക്വസ്റ്റ്യനും ആൻസറുകൾ തരും. പിന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിനും നോട്ട്സ്, ക്ലാസ്സസ് കൂടാതെ എല്ലാത്തിനും നോട്ട്സ് തരും. പിന്നെ ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് മാർക്ക് വാങ്ങാം ഫുൾ. നമുക്കപ്പോൾ +1 എത്തുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറ്റും. നമ്മൾ എൻട്രൻസ് ക്ലാസ് വരെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനനുസരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടെ തരുന്നത്. ഓക്കെ, +1 എത്തുമ്പോൾ പിന്നെ മാത്സിനെ ആർക്കും പേടിക്കേണ്ട, സിമ്പിളായിട്ട് പഠിച്ചു പോകാൻ പറ്റും കേട്ടോ, വളരെ എളുപ്പത്തിൽ. പിന്നെ മാത്സ് നമ്മൾ പഠിക്കൂ, അതാണ് ഒരു പ്രത്യേകത. ഞാനങ്ങ് പറയുവാണ്, ഒത്തിരി കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, വളരെ എളുപ്പമാണ്. ഇത്രമേ ഉള്ളൂ, 1 ഇയർ ഫീസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മാക്സിമം, വേറെ ഒന്നുമേ അടയ്ക്കണ്ട. 1 ഇയറിന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫുൾ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 2 ഉണ്ട്. 2-ലേതെങ്കിലും നിങ്ങൾ കോൾ ചെയ്യോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സീക്വൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഇനി അതിൻ്റെ അടുത്ത ഘട്ടം, അടുത്ത സ്റ്റേജ്? കുഞ്ഞു കാര്യത്തിലോട്ട് കയറിയാണ് നമ്മൾ. ഈ തുടങ്ങുന്നത് കണ്ടോ, അവനെ തുടങ്ങുന്നത്, ഈ തുടങ്ങുന്ന ആൾക്കൊരു പേര് കൊടുക്കണ്ടായോ? ഫസ്റ്റ് ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ എഫ്. ഫസ്റ്റ് എഫ്, അതാണ് കേട്ടോ. പിന്നെ പേരുകളുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് പല നാട്ടുകളിൽ പല പേരുകളുണ്ടല്ലോ. ഇപ്പോൾ ഒരു സാധനം തന്നെ ഇവിടെ നമ്മളിങ്ങനെ പറയുന്നത് വേറെ നാട്ടിൽ ചെല്ലുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു പേരൊക്കെ മാറ്റം ഉണ്ടാവുമല്ലോ. ഇവിടെ അതേപോലെ തന്നെ സാധാരണ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എഫ് ആണ്. മറ്റൊരാളുണ്ട് പിന്നെ ഫസ്റ്റ് ടൈമിനെ ഡിനോട്ട് ചെയ്ത മറ്റൊരു ലെറ്ററാണ് x1. ഓക്കെ, അടുത്ത ഒരാളുണ്ട് കേട്ടോ, എ. ഇപ്പം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നില്ലെങ്കിലും +1 തൊട്ട് അതാണ് ഉപയോഗിക്കുന്നത്. എ, ഫസ്റ്റ് ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എ. നൗ ദാറ്റ് ഈസ് എഫ് ഓർ x1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ എഫ് ആരാന്ന് ചോദിച്ചാൽ ആരാമനെ 10. ഓക്കെ, അല്ലെങ്കിൽ x1 ആരാന്ന് വെച്ചാൽ 10 ആണ് കേട്ടോ. എഫ് ഈസ് ഈക്വൽ ടു 10. ഇനി ഉണ്ടല്ലോ മറ്റൊരാൾ, വ്യത്യാസം കൊണ്ടോ മോനെ, ഒരേപോലെയല്ലേ പോകുന്നത്, 10 കൂടി പോകുന്നത്. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അയ്യോ, കോമൺ ഡിഫറൻസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഡി. മറന്നു പോകരുത്. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് ലാസ്റ്റ് വരെ അഭിനയിക്കുന്നവർ. ആരൊക്കെയാണ്? എഫും ഡിയും. ഓക്കെ, ഡി അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് x2-ൽ നിന്നും x1-നെ കുറയ്ക്കണം, സെക്കൻഡ് ടൈമിൽ നിന്നും ഫസ്റ്റ് ടൈം കുറയ്ക്കണം, അല്ലെങ്കിൽ തേർഡ് ടൈമിൽ നിന്നും സെക്കൻഡ് ടൈം കുറയ്ക്കണം, അല്ലെങ്കിൽ ഫോർത്ത് ടൈമിൽ നിന്നും തേർഡ് ടൈം കുറയ്ക്കണം, അല്ലെങ്കിൽ 9ാമത്തെ ടൈമിൽ നിന്നും 8ാമത്തെ ടൈം കുറയ്ക്കണം, അല്ലെങ്കിൽ 50ാമത്തെ ടൈമിൽ നിന്നും 49ാമത്തെ ടൈം കുറയ്ക്കണം. ലോജിക്ക് കിട്ടിയോ? അപ്പോൾ ഡി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മാത്രമൊന്നുമല്ല, 20ാമത്തെ ടൈമിൽ നിന്നും കുറച്ച് ഏതിനെ കുറയ്ക്കണം? തൊട്ട് മുമ്പിലുള്ള 19ാമത്തേത്. മനസ്സിലായല്ലോ? അതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. x2 - x1. x2 മീൻസ് സെക്കൻഡ് ടൈം, x1 ഈസ് ഫസ്റ്റ് ടൈം. അല്ലെങ്കിൽ x3 - x2, അല്ലെങ്കിൽ x4 - x3, അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആരാന്ന് ചോദിച്ചാൽ 20 - 10. ആൻസർ ഈസ് ആരാണ് മോനെ? 10. ഇതിൻ്റെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കാൻ മോനെ, എഫ് ഈക്വൽ എത്ര മോനെ? 100. ശരിയല്ലേ? എഫ് ഫസ്റ്റ് ടൈം എത്രയാണ്? 100. കോമൺ ഡിഫറൻസ് എത്ര മോനെ? കോമൺ ഡിഫറൻസ് ഡി, x2 - x1 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 - 100. യു -10. 90 - 100 -10. ഓക്കെ, നെഗറ്റീവ് ഒക്കെ വരുമേ. എല്ലാം പോസിറ്റീവ് ശ്രദ്ധിക്കല്ലോ. 90 - 100 അല്ലേ പറയുന്നത്? ആകെ 90 രൂപയേ ഉള്ളൂ. 100 രൂപ ചിലവായി. നമ്മൾ അയ്യോ 10 രൂപ ഞാൻ കടക്കാരനായി. ദാറ്റ്സ് ഓൾ. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ ഓർത്തോണം നെഗറ്റീവ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3, 7, 11 എക്സെട്ര. ഇതിൻ്റെ ഫസ്റ്റ് ടൈം ആരായിരിക്കും മോനെ? 3. ഓക്കെ, കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു x2 - x1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര മോനെ? 7 - 3. ആൻസർ ഈസ് 4. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവരെ രണ്ടുപേരും ഒന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ജോലി. ആരൊക്കെയാണ്? ഫസ്റ്റ് ടൈം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദാറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് എഫ് ആൻഡ് ഡി. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ x1 ഫസ്റ്റ് ടൈമിനെ.
ഇത്രയൊക്കെ ഒന്ന് പഠിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ നിർത്തുകയാണേ, ഇനിയും വരും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെറിയ കുട്ടി ക്വസ്റ്റ്യൻസോട് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ പറഞ്ഞ് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഇത്തിരി കുട്ടികളുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഗ്രൂപ്പുകളിലായിട്ട് പറ്റുന്നെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് 10ാം ക്ലാസ് അങ്ങോട്ട് പഠിച്ച് ഫുൾ മാർക്ക്, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.